ഹലോ ഗൈസ്, നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി കണ്ടിട്ട് ഞാൻ നിങ്ങളോട് വിശേഷം പറയാൻ വന്നിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ മൂവി എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ റൊമാൻറ്റിക്, വളരെ സട്ടിലായിട്ടുള്ള, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് വിനീത് ശ്രീനിവാസന്റെ സംഭവം. തമാശ ആയാലും സീരിയസ് ആയാലും അതിൻ്റെതായ ഒരു മെലങ്കള്ളി അദ്ദേഹത്തിന്റെ വീഡിയോസിൽ, അദ്ദേഹത്തിന്റെ സിനിമയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്രാവശ്യവും വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയിലൂടെ വന്നിരിക്കുന്നതിൽ പ്രണവ് മോഹൻലാൽ ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ കോമ്പിനേഷൻ ബെസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ വളിച്ച കോമഡിയും ചളിഞ്ഞ കോമഡിയും ഒന്നും ഒരു തീരെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പ്രണവിനെ. പക്ഷെ ഇപ്രാവശ്യത്തെ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ വളരെ സൂപ്പറായിട്ട് ധ്യാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നല്ല നല്ല പാട്ടുകൾ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മ്യൂസിക്കൽ, റൊമാൻറ്റിക്, ഫീൽ ഗുഡ്, മെലങ്കോളിയസ് ആൻഡ് അതിനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും വിചാരിക്കും ഹൃദയം പോലെയാണോ, ഇതിനി എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ വിനീത് ശ്രീനിവാസൻ ചെയ്തതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന്റെ ഈ മൂവി വ്യത്യസ്തമായൊരു കഥാതന്തുവിലൂടെ കടന്നു പോകുന്നു. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പഴയ ഒരു കാലഘട്ടമായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാണിക്കുന്നത്. സുഹൃത്ത് ബന്ധങ്ങളുടെ കഥ കാണിക്കുന്നുണ്ട്. പഴയ മദിരാശി, ചെന്നൈ, കോടമ്പക്കം, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രമേയമായിട്ട് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ എന്താ പറയാ, ഒരുപാട് ആൾക്കാർ, ഷാൻ റഹ്മാനൊക്കെ പഴയകാല നടന്റെ വേഷത്തിൽ വരുന്നുണ്ട്. ഭയങ്കര മേക്ക് ഓവറാണ് അദ്ദേഹം, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ മ്യൂസിക് ഒരു പുതിയ സംവിധായകനാണ് അദ്ദേഹം. സൂപ്പറായിട്ട് മൂവി, ആ ഒരു എന്താ മെലോഡിയസ് ആയിട്ടുള്ള ആ മൂവി, അത് ഹിന്ദിയിലായാലും തമിഴിലായാലും മലയാളത്തിലായിട്ട് വന്നിരിക്കുന്ന എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് നല്ലൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നുണ്ട്. അത് 2 റോളിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം യുവനടന്മാരും എല്ലാവരും ചേർന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി അതിമനോഹരമായിട്ട്, മെലങ്കോളിയസ് ആയിട്ട്, എന്നുവെച്ചാൽ ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു സിനിമയായി അവതരിപ്പിച്ചിരിക്കുന്നു. എസ്പെഷ്യലി പ്രണവ് മോഹൻലാൽ. ആദ്യം എനിക്ക് ഇച്ചിരി ബോറടിച്ചു. പിന്നെ അവിടെ ഇവിടെ ഇച്ചിരി ലാഗില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറന്നിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഓരോരോ കാലഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ എന്താ പറയുന്നത്, സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല മൂവി അനുഭവം, നമുക്ക് ഒരു സിനിമ അനുഭവം നമുക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ബേസിൽ ജോസഫ് ഒക്കെ നല്ല ഒരു പ്രകടനം അതിനകത്ത് കാഴ്ചയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റോളെല്ലാം വളരെ കുറച്ച് റോൾസ് ഒക്കെ ഉള്ളൂ. അതുപോലെ ആസിഫ് അലി ഗസ്റ്റ് റോളിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പക്ഷെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അത്ര OTT വന്നാലും കാണാം എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണണമെന്നല്ല പറയുന്നത്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന മൂവിയല്ല ഇത് മനസ്സിനൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു മൂവിയാണ്. ഒരു എ കൈൻഡ് ഓഫ് സംഗീത സാന്ദ്രമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പടം. അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഇപ്രാവശ്യത്തെ ഷൂട്ടിങ് നിങ്ങൾക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് മൂവി കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് തന്നെ കണ്ട ദിവസം തന്നെ ഷൂട്ട് ചെയ്യണം നിർബന്ധമുള്ളതുകൊണ്ട് ട്രൈപോഡ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നുണ്ട്. അപ്പൊ സദയം പ്രേക്ഷകർ ക്ഷമിക്കുക. അഭിപ്രായങ്ങൾ കേട്ടാൽ മതിയല്ലോ നിങ്ങൾക്ക്. സോ പടത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഒരു 5 ഒരു 4 കൊടുക്കാം, അല്ലെങ്കിൽ 3.5 കൊടുക്കാം. 4 തന്നെ വേണമെങ്കിൽ കൊടുക്കാം. കാരണം പഴയ കാലഘട്ടം മനോഹരമായിട്ട് തന്നെ മേക്കപ്പ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടം, പഴയ ചെന്നൈ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ കാലഘട്ടത്തിലൂടെ കടന്നുപോക്ക്. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ ഒരു നല്ല ഇംപ്രവൈസേഷനകത്തുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടൊക്കെ മനോഹരമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ടോട്ടൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം. കണ്ടിരിക്കാൻ പറ്റുന്ന, ഹൃദയത്തിൽ സന്തോഷം തോന്നിക്കുന്ന, എന്നാൽ നർമ്മരസങ്ങൾ അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് പോലെ തന്നെയാണ്. അദ്ദേഹം അതിനകത്ത് അത്യാവശ്യം നർമ്മരസങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കോമഡി ആയിട്ടായാലും അതുപോലെ കല്യാണി പ്രദർശൻ വരുന്നുണ്ട്. ഇവരൊക്കെ ചെറിയ ചെറിയ റോളുകളിലാണ് വരുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ട്. സോ നീതാ പിള്ള എല്ലാവരും നല്ല അവരുടെ റോളുകൾ ഭംഗിയായി ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസന്റെയും കോംബോയാണ്. അത് വളരെ മനോഹരമായിട്ട്. അതുപോലെ ഷാൻ റഹ്മാൻ എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മേക്കപ്പ് അത് ഗംഭീരമായിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. അജു വർഗീസ് ഒക്കെ. സോ നല്ല രീതിയിൽ സംവിധാന മികവിലോട്, നല്ല രീതിയിൽ മ്യൂസിക്കൽ ഡിറക്ഷൻ, നല്ല രീതിയിലെ സിനിമാറ്റോഗ്രാഫി, അങ്ങനെ വളരെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് കാണുക. സോ അടുത്ത മൂവിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ.